റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോൺഗ്രസ് നേതാക്കൾ ചതിച്ചെന്ന് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ്. 3 നേതാക്കളുടെ പേരുകൾ കത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പേരുകൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. DCC ഭാരവാഹിയുടെ ND അപ്പച്ചന്റെ ആരോപണങ്ങൾ തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ്. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മോഹൻ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് ബ്രേക്കിംഗ്. വയനാട്ടിലെ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ 3 കോൺഗ്രസ് നേതാക്കളുടെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കുന്നത് ദീപക് മോഹൻ? അരുൺകുമാർ, ഈ ജോസ് നെല്ലേടത്തിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ 3 കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്ന സൂചനയുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ചതിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് വീട്ടുകാരടക്കം പറയുന്ന രീതിയിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. നേരത്തെ ഈ വിഷയങ്ങളൊക്കെ, അതായത് മുള്ളൻകൊല്ലിയിലും പുൽപ്പള്ളിയിലുമൊക്കെ കോൺഗ്രസിലുണ്ടായ ഭിന്നതയുമായി ബന്ധപ്പെട്ട നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഈ കാനാട്ടുമല അപ്പച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുവും മദ്യവും കൊണ്ടുവച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കടക്കം പങ്കുണ്ട്. DCC ജനറൽ സെക്രട്ടറി PD സജി, അതുപോലെ തന്നെ DCCയുടെ പ്രസിഡന്റ് ND അപ്പച്ചൻ, മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണം തങ്കച്ചൻ ഉന്നയിച്ചിരുന്നു. അതിൽ ഉൾപ്പെട്ട ആ വാർഡ് മെമ്പറായിരുന്നു ജോസ് നെല്ലേടം. ഇതിൽ മനനൊന്താണ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന സൂചന. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീട്ടിൽ നിന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് കോൺഗ്രസ് പാർട്ടി, താൻ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ചതിച്ചുവെന്നും കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള 3 ആളുകളുടെ പേരുകൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമുണ്ട് എന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷേ പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. നിലവിൽ പുൽപ്പള്ളി പോലീസാണ് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് വീട്ടിലെത്തുകയും വീടിന് സമീപത്തെ കുളത്തിലാണ് ഈ ജോസ് നെല്ലേടം ആത്മഹത്യയ്ക്കായി ശ്രമിച്ചത്. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ആ സമയത്ത് പോലീസ് വീട്ടിലെത്തി നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത്. അരുൺ.